ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 8-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്ന് വിപണിയെല്ലാം അവധിയായിട്ടുള്ള ദിവസമാണ്. നമ്മുടെ പശ്ചിമേഷ്യയിലും ഗൾഫിലും നടക്കുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ സ്വർണത്തിൻ്റെ വില എങ്ങനെയാണ് അല്ലെ എങ്ങോട്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 8 ദിവസമായിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണ വിപണി നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടും എന്നാണ് വിചാരിച്ചിരുന്നത് ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ. പക്ഷേങ്കിൽ അതിന് വിപരീതമായിട്ട് സ്വർണ്ണവില കുറയുകയാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലാണ് കൂടുതലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പശ്ചിമേഷ്യയിലും. ഗൾഫിൽ ഏറ്റവും കൂടുതലുള്ളത് ക്രൂഡ് ഓയിലാണല്ലോ. അപ്പോൾ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വിലകൾ കൂടുകയാണ് ഉണ്ടായത്. സ്വർണത്തെ കൂടുതലായിട്ട് ഇത് മുകളിലേക്ക് വിലകൾ കൊണ്ടുപോകുന്നതിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ ദിവസം തൊട്ട് നമുക്കറിയാം, ഈ ശനിയാഴ്ച തൊട്ട് വീണ്ടും സ്വർണത്തിന് വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അത് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ അന്തിമ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതുകൊണ്ടും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്ന ഇതിലും ആ സാഹചര്യത്തിലുമാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടാൻ സാഹചര്യമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സ്വർണത്തിൻ്റെ വില അടിക്കടിക്ക് ഒരു ഫ്ലക്ച്വേഷൻ വന്നതിന് ശേഷം സ്റ്റഡി ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. വർഷങ്ങൾക്കിപ്പുറം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, 3 വർഷം മുമ്പൊക്കെ ഒരു പവന് 40,000 രൂപയൊക്കെ കൊടുത്താൽ സ്വർണം കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് 1,20,000 രൂപയായിരിക്കുകയാണ്. അപ്പോൾ എന്നും സ്വർണം നിക്ഷേപം നടത്തുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. അത് കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കൂടുതൽ കിട്ടുകയുള്ളൂ. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.